വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിനെതിരെ കലാപാഹ്വാനവുമായി NSS. ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കാൻ എല്ലാ മതവിശ്വാസികളും ബന്ധപ്പെട്ട സംഘടനകളും രംഗത്ത് വരണമെന്ന് സുകുമാരൻ നായരുടെ ആഹ്വാനം. ശബരിമലയിലെ വിശ്വാസ ലംഘനത്തിനെതിരെ എല്ലാ മതവിശ്വാസികളും സംഘടനകളും രംഗത്തെത്തണമെന്ന ആഹ്വാനമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രസ്താവനയിലൂടെ നടത്തിയിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ BJP, RSS സംഘപരിവാർ സംഘടനകൾ തെരുവിൽ നടത്തുന്ന കലാപത്തെ ന്യായീകരിക്കുന്ന NSS അതിക്രമത്തിന്റെ കാരണക്കാരായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ മറവിൽ പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കി നിരീശ്വരവാദം നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെതുമെന്ന വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തി രണ്ടാം വിമോചന സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന വരികളാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കാൻ വിശ്വാസികൾക്കൊപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന NSS ആചാരങ്ങളും വിശ്വാസങ്ങളും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ എല്ലാ മതവിശ്വാസികളും സംഘടനകളും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമല വിഷയത്തിൽ സർക്കാരുമായി പോരടിച്ചു നിൽക്കുന്ന NSS പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി കേരളത്തിൽ മറ്റൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. സമദൂര നിലപാടിലെ കാപട്യവും NSSനെ RSSന്റെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമവുമാണ് ഈ പ്രസ്താവനയിലൂടെ പരസ്യമായത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും BJPയെ സഹായിക്കാനുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രണ്ടാം വിമോചന സമരം നടത്തണമെന്ന ഹിന്ദു ഐക്യവേദിയുടെ ആഹ്വാനത്തെ സഹായിക്കാനാണ് എല്ലാ മതവിശ്വാസികളും സംഘടനകളും സർക്കാരിനെതിരെ പ്രതികരിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനമെന്നും കോടിയേരി വ്യക്തമാക്കി. വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേരു പറഞ്ഞ് ഇടതുപക്ഷ സർക്കാരിനെതിരായ പടയൊരുക്കം RSSനെ സഹായിക്കാനാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. NSS കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വിവിധ നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. പ്രതികരണങ്ങളിലേക്ക്. ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായിട്ടൊരു നീക്കമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നത്തിൽ NSSന് ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാട് ഉണ്ടായത് തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗപ്പെടുത്താം എന്നു കരുതി RSS NSSനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിലപാട് സ്വീകരിച്ചത് കഷ്ടമായി പോയെന്നേ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിശ്വാസി അവിശ്വാസി എന്ന സമൂഹത്തെ വേർതിരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ആ കാലമൊക്കെ കേരളത്തിൽ കഴിഞ്ഞുപോയി എന്ന് അവർ വലിയ താമസമില്ലാതെ തന്നെ തിരിച്ചറിയും. ഇപ്പോൾ തന്നെ ഈ സംസ്ഥാനത്ത് നടന്ന വനിതാ മതിലിന് ലഭിച്ച പിന്തുണയാണ് ഇത്തരം പ്രകോപനങ്ങളിലേക്ക് കടക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നാണ് കേരളത്തിൽ ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴാണ് സർവാർക്കരെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദു ആയാലും നല്ല മനുഷ്യനാവും എന്നും പറഞ്ഞ് പാഠം പഠിപ്പിക്കാൻ അവർ വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കേരളീയർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ തെളിവാണ് വനിതാമതിലിന്റെ വിജയം എന്ന് പറയുന്നത്. ഹർത്താലിന്റെ മറവിൽ പോലീസിനെതിരെ സംഘപരിവാർ അക്രമം അഴിച്ചുവിടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരത്തെ ആനാടും കിളിമാനൂരും പോലീസുകാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അക്രമത്തിൽ നെടുമങ്ങാട് SIയുടെ കൈ ഒടിയുകയും നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് അക്രമങ്ങൾ അഴിച്ചുവിട്ട BJP സംഘപരിവാർ പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ആനാടും സമാന സംഭവം തന്നെയാണ് നടന്നത്. RSSന്റെ ബൈക്ക് റാലിക്ക് പിന്നാലെ വന്ന പോലീസ് വാഹനത്തെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഈ അക്രമത്തിൽ നെടുമങ്ങാട് SI സിനിൽ ഗോപിയുടെ കൈയൊടിയുകയും വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിലും പ്രധാന പ്രതികളായ ആനാട് സ്വദേശി മഹേഷ്, ജിഷ്ണു, വേണുഗോപാൽ എന്നിവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. കിളിമാനൂരിലെ കാരേറ്റും സമാന സംഭവമാണ് അരങ്ങേറിയത്. SI അരുണിനെയും സംഘത്തെയും നൂറുകണക്കിന് RSS പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. സംഭവത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട 10ഓളം പേരെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘപരിവാർ പ്രവർത്തകരായ രതീഷ്, സജിത്ത്, ഉണ്ണി, വിജയ് എന്നിവരാണ് അറസ്റ്റിലായതിൽ പ്രധാനികൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഹർത്താലിന്റെ മറവിൽ RSS നടത്തിയ അക്രമത്തിൽ 1772 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും
5397 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ യുവമോർച്ച നേതാവ് പ്രവീണിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വർഗീയത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ അക്രമങ്ങളിൽ ഇതുവരെ 1772 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 5397 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും 731 പേരെ റിമാൻഡ് ചെയ്തുവെന്നും 4666 പേർക്ക് ജാമ്യം ലഭിച്ചതായും പോലീസ് അറിയിച്ചു. ഹർത്താൽ ദിനത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കും സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസിലേക്കും ബോംബെറിഞ്ഞ യുവമോർച്ച നേതാവ് പ്രവീണിനായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി. വാർത്തകൾ പുറത്തുവന്നതോടെ മാവേലിക്കര നൂറിനാട്ടെ വീട്ടിലുണ്ടായിരുന്ന പ്രവീൺ അവിടെ നിന്നും രക്ഷപ്പെട്ടുവെന്നും മാവേലിക്കരയിലെ യുവമോർച്ച നേതാവാണ് വീട്ടിൽ നിന്ന് പ്രവീണിനെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രവീണിനെയും രക്ഷപ്പെടാൻ സഹായിച്ച യുവമോർച്ച നേതാവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറയുന്നു. പ്രവീണിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. യുവമോർച്ചയുടെ നെടുമങ്ങാട് ജില്ലാ പ്രചാരകൻ കൂടിയായ പ്രവീണിനെ സഹായിച്ച സഹോദരൻ വിഷ്ണുവടക്കം 10ലധികം പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതേസമയം നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മതവിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങളും പ്രസംഗങ്ങളും വീഡിയോയും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സംസ്ഥാനത്ത് പോലീസ് പുലർത്തിവന്ന ജാഗ്രത ഏതാനും ദിവസം കൂടി തുടരാൻ ജില്ലാ പോലീസ് മേധാവിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്രമത്തിൽ പങ്കെടുത്തവർ എല്ലാവരും ഉടൻ തന്നെ പിടിയിലാകുമെന്നും അദ്ദേഹം അറിയിച്ചു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തലശ്ശേരിയിൽ RSS അക്രമം തുടരുന്നു. പാറാലിൽ മദ്രസയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത്. NGO യൂണിയൻ നേതാവിന്റെ വീടിന് നേരെ പുലർച്ചെ ബോംബെറിഞ്ഞു. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാളെ അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമാധാന യോഗത്തിൽ വെച്ച് അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും എന്നാൽ അതിന് പിന്നാലെ തന്നെ പ്രവർത്തകരെ അക്രമ സംഭവങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംഘപരിവാർ കണ്ണൂർ ജില്ലയിൽ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തലശ്ശേരി മേഖലയിലുണ്ടായ വ്യാപകമായിട്ടുള്ള അക്രമത്തെ തുടർന്ന് ഇന്നലെ ജില്ലാ കളക്ടർ സമാധാന യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ സമാധാന യോഗത്തിൽ വെച്ച് ഒരു തരത്തിലുമുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കില്ല എന്നുള്ള ഉറപ്പാണ് RSSന്റെയും BJPയുടെയും നേതാക്കൾ നൽകിയത്. എന്നാൽ സമാധാന യോഗം അവസാനിച്ച മണിക്കൂറുകൾ പിന്നിടുന്നതിനിടെ വീണ്ടും തലശ്ശേരി മേഖലയിൽ അക്രമ സംഭവങ്ങൾക്ക് RSS നേതൃത്വം നൽകിയിരിക്കുകയാണ്. CPIM പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെയാണ് വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇന്ന് പുലർച്ചെ 12:15 തലശ്ശേരി കൊളശ്ശേരിയിലുള്ള NGO നേതാവിന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. NGO കണ്ണൂർ ജില്ലാ കൌൺസിൽ അംഗമായിട്ടുള്ള P വിമൽകുമാറിന്റെ കൊളശ്ശേരിയിലെ വീടിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. വിമൽകുമാർ നമ്മോടൊപ്പമുണ്ട്. എത്ര മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്? നല്ലൊരു 12:15 ആക്രമണം ഉണ്ടായത്. ഞാൻ ഉറങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഉറക്കം ഞെട്ടിയപ്പോൾ വീടാകെ തന്നെ പുക കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ ഇവിടെ നാട്ടിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഒന്ന് ഓടി വരണമെന്ന് പറയുകയും ഇവിടെയുള്ള ആളുകൾ ഇവിടെ വരികയും വന്നതിന് ശേഷമാണ് ഞാൻ വീടിന്റെ വാതിൽ തുറക്കുകയുണ്ടായത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ അർദ്ധരാത്രി വരെ തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹർത്താലിനിടെ KSRTCക്കുണ്ടായ നഷ്ടം അക്രമികളിൽ നിന്നോ നേതൃത്വം നൽകിയവരിൽ നിന്നോ ഈടാക്കുമെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. പൊതുമുതൽ നശിപ്പിച്ചാൽ അത് ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുക എന്നതാണ് നിലവിലുള്ള നിയമം. ആ നിയമമനുസരിച്ച് നേരിട്ട് CCTV ക്യാമറ മുഖാന്തരം വ്യക്തമാകുന്ന പ്രതികൾക്കും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള നേതാക്കന്മാർക്കുമെതിരെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക, അതനുസരിച്ചുള്ള കുറ്റം ചുമത്തി നഷ്ടം ഈടാക്കാനുള്ള ആവശ്യമാണ് KSRTC പോലീസ് അധികാരിയുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ NK പ്രേമചന്ദ്രനെ തള്ളി RSP കേന്ദ്ര നേതൃത്വം. RSP സുപ്രീംകോടതി വിധിക്കും ലിംഗനീതിക്കുമൊപ്പവുമാണ് എന്ന് ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. ശബരിമല വിഷയം നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണമെന്ന NK പ്രേമചന്ദ്രന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ല. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്നും ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കി.
സുപ്രീം കോടതി വിധിക്കും ലിംഗനീതിക്കൊപ്പവുമാണ് RSP എന്നാണ് ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ഈ നിലപാടുള്ള പാർട്ടിയുടെ കേരളത്തിലെ MP-യായ NK പ്രേമചന്ദ്രനാണ് സുപ്രീം കോടതി വിധി മറികടക്കാനും ലിംഗനീതിയെ ഇല്ലാതാക്കാനും UDF നടത്തുന്ന ശ്രമങ്ങളുടെ മുൻനിരയിലുള്ളത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമാണ് NK പ്രേമചന്ദ്രൻ ഉന്നയിക്കുന്നത്. എന്നാൽ പ്രേമചന്ദ്രന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കാൻ RSP ദേശീയ നേതൃത്വം തയ്യാറല്ല. ശബരിമല വിഷയം ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. By discussion, everything can be solved by discussion. So both the sides should come and discuss it as some sort of compromise, some sort of plan should be adopted there, and this problem can be solved by them. വിരമിച്ച ജഡ്ജിമാരുൾപ്പെടെ പങ്കെടുത്ത് ചർച്ച നടത്തുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രശ്നപരിഹാരത്തിനായി തേടണമെന്നും ദേശീയ നേതൃത്വം പറയുന്നു. ഈ നിലപാട് ദേശീയ നേതൃത്വം ഉയർത്തിപ്പിടിക്കവെയാണ് UDF-ന്റെ രാഷ്ട്രീയ ചട്ടുകമായുള്ള NK പ്രേമചന്ദ്രന്റെ പിന്തിരിപ്പൻ ആവശ്യങ്ങൾ. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്നും ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കി. ഏതായാലും NK പ്രേമചന്ദ്രന്റെ ശബരിമല വിഷയത്തിലെ നിലപാടോടെ കോൺഗ്രസിന് പിന്നാലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വ്യത്യസ്ത അഭിപ്രായമുള്ള പാർട്ടിയെന്ന ഗതികേടിലേക്ക് RSPക്കും മാറേണ്ടി വന്നിരിക്കുകയാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ എളമരം കരി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലെ ശമ്പളത്തിന്റെ പകുതിയോ 9,000 രൂപയോ ഏതാണ് കൂടുതൽ എങ്കിൽ അതാണ് കിട്ടുക. സർക്കാർ ജീവനക്കാരാകെ പ്രതിഷേധത്തിലാണ്, അങ്കലാപ്പിലാണ്. അവരും പണിമുടക്കിൽ പങ്കുചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ഒറ്റക്കൊരു സമരം തീരുമാനിച്ചിരുന്നു. ദേശീയ പണിമുടക്ക് വന്നപ്പോൾ ഇതിനോട് ചേർന്നു. വൈദ്യുതി ബോർഡുകളുടെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ആദ്യത്തെ നിയമം 2003 വാജ്പേയി ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ സർക്കാർ, കേരളത്തിലെ ഗവൺമെൻറ് പൊതുമേഖലയിൽ വൈദ്യുതി ബോർഡിനെ നിർത്താൻ തീരുമാനിച്ചു. ചില സംസ്ഥാനങ്ങളിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോയി. ഇപ്പോൾ വീണ്ടും ആ നിയമം ഭേദഗതി ചെയ്ത് സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണം ലക്ഷ്യമാക്കുന്ന ഒരു നിയമം പാർലമെൻറ്റിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. അതിനെതിരായി വൈദ്യുതി ബോർഡ് ജീവനക്കാരാകെ, ഓഫീസർമാർ, തൊഴിലാളികൾ, എഞ്ചിനീയർമാർ എല്ലാവരും ചേർന്ന് ഡിസംബർ 7 പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. അവരും ദേശീയ പണിമുടക്കിൽ ചേരാൻ ഡേറ്റ് മാറ്റിയതാണ്. മോട്ടോർ വാഹന ഭേദഗതി നിയമം പാർലമെൻറ്റിന് മുമ്പിലിരിക്കുകയാണ്. പാസ്സാക്കിയിട്ട് രാജ്യസഭയിൽ കടുത്ത എതിർപ്പ് വന്നതുകൊണ്ട് പാസ്സാക്കാൻ പറ്റിയിട്ടില്ല. അത് പാസ്സായാൽ റോഡ് ട്രാൻസ്പോർട്ട് സെക്ടർ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് പോകും. ഈ ഓട്ടോറിക്ഷകളൊക്കെ റോട്ടിൽ നിന്ന് പോകും. 5, 6, 7 സീറ്റുകളുള്ള മോട്ടോർ ക്യാബിന് സ്റ്റേജ് ഗാരേജായി ഓടാൻ അനുമതി കൊടുക്കുന്നു. അപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ആളെ വിളിച്ച് കയറ്റി 2 രൂപ 3 രൂപയ്ക്ക് പോകുമ്പോൾ പിന്നെ മിനിമം ചാർജ് നിശ്ചയിച്ച് ഓടുന്ന ഓട്ടോറിക്ഷകൾ ഓടിക്കാൻ പറ്റില്ല. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ പൂർണ്ണമായി ഇല്ലാതാവും. അവർക്കുള്ള സംരക്ഷണം നഷ്ടപ്പെടും. ബസ് റൂട്ടുകൾ ലേലം ചെയ്തു കൊടുക്കുമെന്നാണ് അതിൽ പറയുന്നത്. വഴിയോരത്തുള്ള എല്ലാ വർക്ക്ഷോപ്പും പൂട്ടേണ്ടി വരും. ഓതറൈസ്ഡ് വർക്ക്ഷോപ്പുകൾ വേണം. സ്പെയർ പാർട്സുകൾ, കമ്പനികളുടെ സ്പെയർ പാർട്സിനോടൊപ്പം ക്വാളിറ്റിയുള്ള സ്പെയർ പാർട്സ് മാർക്കറ്റിൽ ലഭ്യമാണ്. ചെറിയ വിലക്ക് പഴയ വണ്ടികൾക്കൊക്കെ അത് മതി. ഒറ്റ എണ്ണം നടത്താൻ അനുമതി നൽകില്ല. ഇതോടുകൂടി മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖല വൻകിട കോർപ്പറേറ്റുകൾ മാത്രമുള്ളൊരു മേഖലയായി മാറും. അതിനെതിരായി കഴിഞ്ഞ ഏപ്രിൽ 5 തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. 4 കോടി തൊഴിലാളികൾ ആ പണിമുടക്ക് പങ്കെടുത്തു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ദുർബലമായ മധ്യപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും പണിമുടക്ക് ശക്തമായിരുന്നു. ഈ പണിമുടക്കിനോട് അവർ ഒന്നിച്ചു ചേരുകയാണ്. അതുമാത്രമല്ല, ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന വാഹന ഉടമകളുടെ സംഘടനയും തൊഴിലാളി സംഘടനകളും ഡൽഹിയിൽ ഒന്നിച്ച് യോഗം ചേർന്ന് ഈ പണിമുടക്കിൽ അണിചേരണമെന്ന് നിശ്ചയിച്ചിരിക്കുക. കാരണം മോട്ടോർ വാഹന ഭേദഗതി നിയമം പാസ്സായാൽ അവരുടെയൊക്കെ കഞ്ഞുകൂടി മുട്ടുമെന്ന് അവർക്കറിയാം. ഇങ്ങനെയാണ് ഈ പണിമുടക്കിന് പിന്തുണ വരുന്നത്. വ്യാപാര മേഖല, GST അവരെ ഗുരുതരമായി ബാധിച്ച പ്രശ്നമാണ്. പിന്നെ ജനങ്ങൾക്കിടയിൽ വന്ന ദാരിദ്ര്യം. ജനങ്ങളുടെ കയ്യിൽ പണമില്ല. കാരണം തൊഴിലാളികളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. അവരുടെ കൂലി കുറഞ്ഞു വരികയാണ്. ഈ സാഹചര്യം കച്ചവടങ്ങളെ ബാധിക്കുന്നു. രാജ്യത്താകെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു വെച്ചാൽ പോലും അവർക്കൊരു ബിസിനസ്സും ഇല്ല. GST വന്നതോടുകൂടി ചെറുകിട കച്ചവടക്കാരൊക്കെ നാശത്തിലായി. ഡീസൽ, പെട്രോൾ വിലക്കയറ്റം എല്ലാവരെയും ബാധിക്കുന്നു. ഇത്തരം നയങ്ങളിൽ പ്രതിഷേധമില്ലാത്ത ഒറ്റയാളും നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഈ പണിമുടക്കിന് പിന്തുണ വർദ്ധിച്ചു വരുന്നു എന്ന് ഞങ്ങൾ പറയുന്നത്. കേരളത്തിൽ 19 സംഘടനകളാണ് ഈ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അതിൽ ദേശീയ ട്രേഡ് യൂണിയനുണ്ട്, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുണ്ട്. അതിൻ്റെ ലിസ്റ്റെല്ലാം ഞങ്ങൾ ഈ ഹാൻഡ് ഔട്ടിൽ തന്നിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ടാണ് പണിമുടക്ക്.
ഇതിനുവേണ്ടി നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഐക്യത്തോടെയാണ് പ്രവർത്തിച്ചത്, ഏകാഭിപ്രായമാണ്. അതുകൊണ്ട് ജനുവരി 8, 9 കേരളം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള തൊഴിലാളി സമരം ശക്തമായി പ്രതിഫലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ തൊഴിലാളികളും എല്ലാ ബഹുജനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കർഷകരുടെ സംഘടനകളും കർഷക തൊഴിലാളികളുടെ സംഘടനകളും ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടേതായ അനുഭാവ പ്രകടനങ്ങൾ പലയിടത്തും നടത്താൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവർ കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള പണിമുടക്കുകളിലും അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പണിമുടക്ക് കേന്ദ്രങ്ങളിലേക്ക് ജാഥയായി വന്ന് അഭിവാദ്യം ചെയ്ത അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഈ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് നടപ്പാക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇരയായത് കേരളത്തിലെ പത്രജീവനക്കാരാണ്. ആദ്യത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചത് പത്രപ്രവർത്തക യൂണിയനായിരുന്നു കോഴിക്കോട്. അന്ന് ചന്ദ്രശേഖരനും ഞാനും രാജേന്ദ്രനും ഒക്കെ ഒരു പരിപാടിക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പ്രസ് ക്ലബിന് മുമ്പ് പോയി ആ പരിപാടി അഭിവാദ്യം ചെയ്തു. പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിലെ 12 പേരെ പിരിച്ചുവിട്ട വാർത്തയാണ് കിട്ടുന്നത്. 13 കൊല്ലം മുതൽ സർവീസുള്ള താൽക്കാലികക്കാരെന്ന പേരിൽ പണിയെടുത്തിരുന്ന പത്രജീവനക്കാരെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് മാനേജ്മെൻറ്റ് പിരിച്ചുവിട്ടത്. ആ റോഡ് സൈഡിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കെട്ടിടത്തിൻ്റെ മുമ്പിൽ നടന്ന സമരത്തിൽ ഞാനും പോയി അഭിവാദ്യം ചെയ്തിരുന്നു. എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളും പോയിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് പത്രജീവനക്കാർ നേരിടുന്ന ഈ പ്രശ്നങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവരും ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നത്. ഇന്നലെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ ഞാനുണ്ടായിരുന്നു. അവിടെ കോഴിക്കോട് ജില്ലയിലെ നേതാക്കളോട് പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ്റെ അവിടുത്തെ പ്രസിഡന്റ് തന്നെ നമ്മൾ ഈ സമരത്തോട് അനുഭാവം രേഖപ്പെടുത്തുകയാണ്, ഈ സമരത്തിൻ്റെ കൂടെയാണ് എന്ന് പത്രസമ്മേളനത്തിന് ശേഷം ആ കൂടിയ പത്രക്കാരോട് അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സമരത്തിൽ എതിർപ്പുള്ളവരായി ആരുമില്ല. പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടില്ലാത്ത BMS പോലും പരസ്യമായി പണിമുടക്കിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരാൻ ധൈര്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ പണിമുടക്കിലും BMS പിന്മാറിയിട്ടും BMS യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ പണിമുടക്കിനോട് ചേരുക ചെയ്തു. വ്യവസായ സ്ഥാപനങ്ങളിൽ കരിങ്കാലികളായി വന്ന് ഫാക്ടറി നടത്താനോ ബലം പ്രയോഗിക്കാനോ ഒരിടത്തു പോലും ഒരു ശ്രമം ഉണ്ടായില്ല. ഇതാണ് ഈ പണിമുടക്കിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. പിന്നെ അതുപോലെ അവശ്യ സർവീസുകളെ ഈ പണിമുടക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ട്. പത്രവിതരണം, പാല് സപ്ലൈ ചെയ്യുന്നത്, ആശുപത്രികൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെന്ന് പ്രത്യേകം പറയാൻ കാരണം കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ 8 മാസം മുമ്പ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ ഹർത്താലുകൾ പണിമുടക്കുകളൊക്കെ വരുമ്പോൾ അവരുടെ യാത്രകൾക്ക് മുടക്കമുണ്ടാവുന്നു. ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നില്ല, തിരിച്ചു പോകേണ്ട ദിവസം എയർപോർട്ടിലേക്ക് പോകാൻ പറ്റാത്ത നിലയിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോൾ എംബസികൾ ഇടപെടുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടലുണ്ടാവുന്നു. ഇത് നമ്മുടെ ടൂറിസം വ്യവസായത്തെ ഗുരുതരമായി ബാധിക്കുന്നു. അതുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ ഈ വിഷയത്തിൽ ഒരു പുനരാലോചന നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും അവിടെ എല്ലാവരും ചേർന്ന്, എല്ലാ ട്രേഡ് യൂണിയനും ചേർന്ന് ടൂറിസം കേന്ദ്രങ്ങളെ പണിമുടക്ക് ഹർത്താൽ പോലുള്ള സംഭവങ്ങളിൽ മാറ്റി നിർത്തണമെന്നൊരു പൊതു തീരുമാനം എല്ലാവരും അംഗീകരിച്ചതാണ്. ടൂറിസം കേന്ദ്രങ്ങളെന്ന് പറയുമ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അവർ താമസിക്കുന്ന ഹോട്ടലുകളോ അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളോ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ മുൻകൂട്ടി നിശ്ചയിച്ചതാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ആളുകൾ വിവാഹമൊക്കെ നിശ്ചയിച്ച് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പാടില്ലാത്തതാണ്, ഇത്രയും 4 മാസം മുമ്പൊക്കെ പറഞ്ഞാൽ എല്ലാവരും കരുതേണ്ടതാണ്. ഇനി ഏതെങ്കിലും ആളുകൾ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിവാഹ പാർട്ടിക്ക് സഞ്ചരിക്കേണ്ടി വന്നാൽ അതൊക്കെ വിവേചനത്തോടു കൂടി ഞങ്ങൾ കൈകാര്യം ചെയ്യും. അതുപോലെ വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട അത്രയും അത്യാവശ്യമുള്ള ഏതെങ്കിലും ആളുകളൊക്കെ കുടുങ്ങിപ്പോയാൽ അവർക്ക് ടിക്കറ്റ് നീട്ടിവെക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ ജോലി നഷ്ടപ്പെടുമെന്ന ഘട്ടമൊക്കെ ആണെങ്കിൽ അത്തരം കേസുകളിൽ എയർപോർട്ടിലേക്ക് പോകേണ്ടി വരുന്ന ആളുകളെയും വിവേചനത്തോടുകൂടി മനുഷ്യത്വപരമായ നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ പ്രവർത്തകർക്കും ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ജനങ്ങളോടുള്ള അക്രമമോ ഏതെങ്കിലും വിധത്തിലുള്ള അതിക്രമമോ നടത്താനുള്ള സമരമല്ല. ഇത് തൊഴിലാളികളുടെയും ജനങ്ങളുടെയും ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള അതിനെ തകർക്കുന്ന സർക്കാർ നയത്തിനെതിരായ ഒരു പ്രതിഷേധ സമരമാണ്. ആ നിലയിൽ എല്ലാവരും ഇതിനെ കാണണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ട്രെയിൻ തടയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ട്രെയിൻ പിക്കറ്റ് ചെയ്യാമെന്നുള്ള ഞങ്ങൾ നേരത്തെ എടുത്ത തീരുമാനം കൺവെൻഷനിലും പ്രഖ്യാപിച്ചതാണ്.
ഏതോ ഒരിടത്തൊരു പത്രസമ്മേളനത്തിൽ ആരും ഒരു അബദ്ധം പറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്തത്. പണിമുടക്കാണ്, ഹർത്താലല്ല. വാഹനങ്ങൾ ഓടാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഓടിച്ച് വെക്കുമെന്ന് നിർബന്ധമാണ് അതിന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞ ദിവസം അവിടെ കണ്ടതുപോലുള്ള ഒരു ദൃശ്യം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ പോവില്ല. ഞങ്ങൾ ആ രീതിയല്ല. കുറുവടിയും മുഖം മറച്ചു കിട്ടിയ മുഖംമൂടിയുമായിട്ട് വന്ന് ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു നടപടിയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുകയില്ല. അവസാനത്തെ വരികയാണ്. പത്രം, പാൽ വിതരണം, ആശുപത്രികൾ, ടൂറിസം, ഇത്രയും കാര്യങ്ങൾ പോലും മാത്രം ആ ദിവസം ആളുകൾ പുറത്തിറങ്ങിയത് മതിയെന്ന് ആളുകൾ പറയുന്നത്. അല്ല, അവരെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയെന്ന്. ആ പത്രസ്ഥാപനത്തിൽ ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. നോൺ ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ, CITU, INDUC-യിലൊക്കെ അഫിലിയേറ്റ് ചെയ്ത യൂണിയനുകളുണ്ട്. പത്രപ്രവർത്തകരുടെ യൂണിയൻ മാത്രമാണ് വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ. അപ്പോൾ പത്രത്തിലെ ഈ പത്രം അച്ചടിക്കുന്ന ജോലിയിൽപ്പെട്ട തൊഴിലാളികൾ ഞങ്ങളുടെ യൂണിയൻ ആണെങ്കിൽ അവർ പണിമുടക്കേണ്ടതില്ല. ആശുപത്രികളിൽ ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, ഹോസ്പിറ്റൽ വർക്കേഴ്സ് യൂണിയൻ. അവർ പണിമുടക്കേണ്ടതില്ല. പാൽ വിതരണത്തിലും ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, മിൽമയിൽ ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, എല്ലാവർക്കും യൂണിയൻ ഉണ്ട്. അവർ പണിമുടക്കേണ്ടതില്ല. അതാണ് തീരുമാനം. അതുകൊണ്ട് ഇതിൽ യാതൊരു അവ്യക്തതയില്ല. ഇത് സാധാരണ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഹർത്താൽ ദിനത്തിൽ പോലും KSRTC സർവീസ് നടത്തുന്നതാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ഇതൊരു പണിമുടക്കാണ്. സ്വാഭാവികമായിട്ടും ജീവനക്കാർ പണിമുടക്കുമ്പോൾ KSRTC സമീപം എല്ലാവർക്കും അറിയാം. പക്ഷേ സാധാരണ നമ്മുടെ തെരുവുകളിൽ നോക്കിയറിയാം, ഇവിടെ കാണുന്ന വാഹനങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളാണ് 95%. ഈ സ്വകാര്യ വാഹനങ്ങൾ സാധാരണ ദിവസത്തെ പോലെ അങ്ങനെയാണെങ്കിൽ സർവീസ് നടത്തണം. പണിമുടക്കിന് അവർ പങ്കെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ അവർ സർവീസ് നടത്തിയാൽ നിങ്ങൾ തടയുമെന്നാണ് വിഷയം. സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം വാഹനം അയാൾ ഓടിച്ചു പോകുന്നു. ആര് തടയാൻ പോകുന്നു? അയാളുടെ സ്വാതന്ത്ര്യം. ഞങ്ങളതിനൊന്നും കൈകടത്താൻ പോകുന്നില്ല. സ്വന്തമായി ഒരാൾ ഒരു കാറ്, അയാളുടെ കാർ ഉപയോഗിച്ച് അയാൾ യാത്ര ചെയ്തു പോകുന്നു. അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത്. ഈ സമരവുമായി എല്ലാവരും സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അന്നത്തെ ദിവസം സമരത്തോട് അനുഭാവമുള്ള ആളുകൾ, ഇത് ന്യായമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതിന് സഹകരിച്ച് വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം സ്വമേധയാ ചെയ്യും. ഒരാളെയും മുഷ്ടി ഉപയോഗിച്ചോ ബലം പ്രയോഗിച്ചോ ആക്രമിച്ചോ ഇതിനോട് സഹകരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവ്യക്തത മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ അവരോട് അഭ്യർത്ഥിക്കുക, നിങ്ങൾ ഈ സമരവുമായി സഹകരിക്കണം. കാരണം അവരെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ച നയത്തിനെതിരായിട്ട് കൂടിയാണ് ഈ സമരം. ഞങ്ങൾ കടകളിൽ ചെന്ന് അവരോട് നേരിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇനി ഒരുത്തനെ തുറന്നേ വെക്കുമെന്ന് വാശിയാണെങ്കിൽ അവിടെ പോയി ബലം പ്രയോഗിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെ ഒരിക്കലും ബലം പ്രയോഗിച്ച് ആ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സമരമേ അല്ലിത്. ഇന്നലെ ചാലയിൽ ഞാനാണ് പോയത്. പാളയത്ത് ജയൻ ബാബുവാണ് പോയത്. മെയിൻ റോഡിൽ അതേപോലുള്ള INDC-യുടെ നേതാക്കളുണ്ടായത്. പിന്നെ പേട്ടയിൽ ഒക്കെ നമ്മൾ സിറ്റിയിൽ ഒരു സ്ഥലത്ത് പോലും ആരും വ്യത്യസ്തമായിട്ട് ഒരു വഴക്കൂടാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ അനുകൂലിക്കില്ല എന്ന് പറയുന്ന സമയത്ത് 2 ദിവസം മുമ്പ് നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട കടകൾ അടച്ചപ്പോൾ അത് തുറപ്പിക്കാൻ നിന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറ്റും നിന്നത് നമ്മളെ ഹർത്താലല്ലോ, പണിമുടക്കല്ല. ഇതുവരെ അത് അതെന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഏതിലാ ക്ലാരിറ്റി ഇല്ലാത്ത നിങ്ങൾ പറ. പത്രം, പാൽ വിതരണം, ആശുപത്രി, ടൂറിസം എന്നീ മേഖലകളെ ഒഴിവാക്കി പറയുമ്പോൾ സാധാരണ ഹർത്താലല്ല, ഇത് പണിമുടക്കാണ്. അത് നിങ്ങൾക്ക് വ്യക്തത വരാത്തത്. ഇത് ഹർത്താലോ ബന്ധോ അല്ല, തൊഴിലാളി പണിമുടക്ക. കടയിലെ തൊഴിൽ സാധാരണ ആളുകൾ റോഡിൽ സാധാരണ ദിവസത്തേക്ക് ഇറങ്ങിയാൽ ആ വാഹനങ്ങൾ ഇരുചക്ര വാഹനമാകട്ടെ സ്വകാര്യ മറ്റു വാഹനങ്ങളാകട്ടെ അത് നിങ്ങൾ തടയുമോ? ഒരു പണിമുടക്ക് കാലത്തും ഞങ്ങൾ തടഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മിനിയാന്നത്തെ സംഭവത്തിന്റെ ഹാങ് ഓവറാ. ഞാൻ പറയട്ടെ, കേരളത്തിലൊരു അവ്യക്തതയില്ല. ഞങ്ങൾക്ക് കടകളിലെ തൊഴിലാളികൾ ഞങ്ങളെ യൂണിയൻ മെമ്പർമാരാ, അവർ പണിമുടക്കും. ഹോട്ടലിലെ തൊഴിലാളികൾ ഞങ്ങളെ യൂണിയൻ മെമ്പർമാരാ, അവർ പണിമുടക്കും. എന്നാൽ ഒരാൾ സ്വന്തം നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനം തുറക്കാൻ അയാൾ വരുന്നു, ഞങ്ങൾ അയാളെ പിന്നാലെ ഒന്നും പോകുന്നില്ല. സ്ട്രീറ്റ് വെണ്ടേഴ്സ് ഞങ്ങളെ യൂണിയൻ മെമ്പർമാരാ, അവർ പണിമുടക്കും. എല്ലാം തൊഴിലാളികൾ പണിമുടക്കി ഈ സമരത്തിൽ ചേരും. എന്നാൽ ഒരാൾ വാശി പിടിച്ച് എനിക്ക് തുറന്നേ വെക്കൂ എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആൾ തുറക്കട്ടെ. ഞങ്ങളവരെ പിന്നാലെ പോയിട്ട് എത്ര ആൾ തുറക്കും നോക്കി തടയാൻ പോകുന്നേയില്ല. ഒരു അവ്യക്തതയില്ല. പണിമുടക്കിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയതാണ് ഈ ആശുപത്രി, പത്രം, പാല് വിതരണം. കടകളെ പണിമുടക്കുന്ന ഒഴിവാക്കിയിട്ടില്ല. ഹോട്ടലുകളെ പണിമുടക്കുന്ന ഒഴിവാക്കിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്, അവർ പണിമുടക്കും. ഉദാഹരണത്തിന് KTDC എംപ്ലോയീസ് യൂണിയൻ പണിമുടക്കും. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പ്രവർത്തിച്ചില്ല എന്ന് വരും. അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ശമ്പളമില്ലാതെ അവരെ സഹായിക്കും. അതാണ് പണിമുടക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ്.
അവരെ സഹായിക്കും, അവർക്ക് ഭക്ഷണം നൽകും, ഒരു തരത്തിലുള്ള ഉപദ്രവം അവർക്ക് ഉണ്ടാവില്ല. അത് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഞങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മൂന്നാർ, തേക്കടി ഇതുപോലുള്ള കേന്ദ്രങ്ങളാണ്. അതിൽ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും കോവളം ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റെയിൽവേ ജീവനക്കാർ പണിമുടക്കിലില്ല. അതുകൊണ്ടാണ് ഈ ട്രെയിൻ പിക്കറ്റ് ചെയ്യേണ്ടി വന്നത്. റെയിൽവേ സ്വകാര്യവൽക്കരണം ഒക്കെ ഉള്ള കാലത്തും റെയിൽവേ തൊഴിലാളി സംഘടനകൾക്ക് പണിമുടക്ക് ആഹ്വാനം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രെയിൻ ചിലപ്പോൾ 7 ദിവസം 6 ദിവസം 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഓട്ടമാണ്. അതിനിടയിൽ 2 ദിവസത്തെ പണിമുടക്ക് അവർക്ക് നടത്താൻ പ്രയാസമാണെന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കാണെങ്കിൽ ഞങ്ങൾ വരാം. അതിന് പാകമാവാത്തതുകൊണ്ട് തൽക്കാലം ഒരു തീരുമാനം ഉണ്ടായില്ല. സമരത്തിന് പിന്തുണ നൽകി അവർ പണിമുടക്ക് കൺവെൻഷനിൽ വന്ന് ഇതിനെ അഭിവാദ്യം ചെയ്യുകയും പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്തത് എളമരം കരീം, CIT, VJ ജോസഫ്, INTC, മാഹിൻ അബൂബേക്കർ, STU, കവടിയാർ ധർമ്മൻ, KTUC, V ശിവൻകുട്ടി, KO ഹബീബ്, CJ ബാബു, KS സുനിൽകുമാർ, CIT. തീർച്ചയായിട്ടും അത് അവശ്യ സർവീസ് എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്കും രോഗികൾക്കൊക്കെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായതുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ സമരത്തിലും ചെയ്യാറുണ്ട്. ഈ സമരത്തിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ട്. 8-ാം തീയതി 8-9 തിരുവനന്തപുരത്ത് എല്ലാ അസംബ്ലി മണ്ഡലം കേന്ദ്രങ്ങളിലും പണിമുടക്കുന്ന തൊഴിലാളികൾ ഒരു സമര കേന്ദ്രം സൃഷ്ടിച്ച് 48 മണിക്കൂർ നേരവും ആ സമര കേന്ദ്രത്തിൽ ഉണ്ടാവും. സാധാരണഗതിയിൽ പണിമുടക്കിയ ശേഷം വീട്ടിൽ പോകുന്ന ഒരു പതിവ് മുൻകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് സമര കേന്ദ്രം സെക്രട്ടേറിയറ്റിൻ്റെ 2-ാം ഗേറ്റിൻ്റെ അവിടെയാണ് സമര കേന്ദ്രം എന്ന് പറഞ്ഞത്. 2000-ഓളം വരുന്ന നഗരത്തിലെ തൊഴിലാളികൾ ആ സമര കേന്ദ്രത്തിൽ 48 മണിക്കൂർ നേരം സമരത്തിൽ ഉണ്ടാകും. പാളയത്തുനിന്ന് രാവിലെ 10:30 മണിക്ക് പ്രകടനം ആരംഭിച്ച് ഈ 2-ാം സമര കേന്ദ്രമായ 2-ാം ഗേറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന നേതാക്കൾ ഉച്ചവരെ സംസാരിക്കും. അവിടെ കലാപരിപാടികൾ ഒക്കെ തന്നെ പ്രത്യേകം ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തു. അതുപോലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ 5 മണിക്കുള്ള ട്രെയിൻ പിക്കറ്റ്, വേണാടാൻ പിക്കറ്റ് ചെയ്യുന്നത്, ചെറിയങ്കി റെയിൽവേ സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യുന്നുണ്ട്, വർക്കല റെയിൽവേ സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളത്തിൽ നിങ്ങളിലവിടെ വന്ന് നിന്നപ്പോൾ കൂടിക്കൊണ്ടിരുന്ന കമ്മിറ്റി അന്തർദേശീയ വിമാനത്താവളത്തിലെ ജീവനക്കാരുടെ കമ്മിറ്റിയാണ്. വിവിധ വിമാന കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ കമ്മിറ്റിയാണ് നിങ്ങളോട് വന്നപ്പോൾ കൂടിക്കൊണ്ടിരുന്നത്. അവർ പണിമുടക്കുകയാണ്. 300ഓളം വരുന്ന ടാക്സി തൊഴിലാളികൾ വിമാനത്താവളത്തിൻ്റെ മുന്നിലുള്ള ടാക്സി തൊഴിലാളികൾ പണിമുടക്കുകയാണ്. ആ പണിമുടക്കുന്ന അതുപോലെ തന്നെ ജീവനക്കാരും ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. എയർപോർട്ടിലെ ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഈ 3 കൂട്ടരും കൂടെ ചാക്കയിലുള്ള പ്രധാന എയർപോർട്ടിൻ്റെ ഗേറ്റിൽ അവിടെ സത്യാഗ്രഹം ഇരിക്കുകയും അതിനുശേഷം അവർ പ്രകടനമായി വന്ന് ഈ സമരത്തിൽ ഈ സമരത്തിലൊരു പ്രത്യേകത കാണാൻ വേണ്ടി പോകുന്ന ഏറ്റവും അധികം വനിതാ തൊഴിലാളികൾ ഈ സമരത്തിൽ സമര കേന്ദ്രത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 7-ാം തീയതി രാത്രി 12 മണിക്ക് സമരത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് തമ്പാനൂരിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് ഈ സമര കേന്ദ്രം വരെ പ്രകടനം ഉണ്ടായി. ഇതിനകം തന്നെ നിയമാനുസരണം ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് നിയമാനുസരണം എല്ലാ സ്ഥാപനങ്ങളിലും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അധ്യാപകരും ജീവനക്കാരും പണിമുടക്കുന്നുണ്ട്. അവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സഖാവ് എളമരം കരീം സൂചിപ്പിച്ച പോലെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാരവാഹികൾ ഞങ്ങളെ വന്ന് കണ്ടിരുന്നു. അവർ ഞങ്ങളുടെ പ്രകടനത്തിൽ കൂടെ പങ്കെടുക്കുകയാണെന്ന്. പ്രകടനത്തിൽ കൂടെ അവരെ പ്രത്യേക ബാനറിൻ കീഴിൽ ഈ പ്രകടനത്തിലൂടെ പങ്കെടുക്കുകയാണെന്ന് പറഞ്ഞു. കർഷകർ വിവിധ സംഘടനകൾ, കർഷകരുടെ വിവിധ സംഘടനകൾ, കർഷക തൊഴിലാളിയുടെ വിവിധ സംഘടനകൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയ വർഗഭോജന സംഘടനകളിൽപ്പെട്ട ആൾക്കാരും അവരെയൊക്കെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഇതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ളത് കൊണ്ട് തന്നെ അവരും ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ സമരത്തിൽ പ്രകടനമായി വന്ന് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഹർത്താലും ബന്ധുവായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇതിനെ ഒരിക്കലും കാണരുത്. ഇത് ഭരണഘടനാപരമായി തൊഴിലാളികൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. നിയമമുള്ളതാണ് സമരം ചെയ്യുക. ആ നിയമം പ്രകാരമുള്ള സമരമാണ് തൊഴിലാളികളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഈ സമരത്തിൽ നടത്തുന്നത്. എല്ലാവരും 20 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് കൊടുക്കുന്നുണ്ട്, പണിമുടക്ക് നോട്ടീസ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന നിയമാനുസൃതമായ ഒരു പ്രതിഷേധ പ്രകടനമാണിത്.
വിവാഹവും പണിമുടക്കുന്നത് പറഞ്ഞത്. വിവാഹം നേരത്തെ പ്രഖ്യാപിച്ച് ഒരു അവസരത്തിലൊക്കെ പ്രഖ്യാപിച്ചെന്ന് പറയുമ്പോൾ ഒരു തന്നെ പങ്കാളികളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആ ടാക്സി ഓടിക്കുന്ന ഡ്രൈവർ അവരെ അത് മുടങ്ങാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ അബദ്ധത്തിൽ ആരെങ്കിലും ഈ ഡേറ്റ് 4 മാസം മുമ്പ് നിശ്ചയിച്ചിട്ട് ആ ദിവസം തന്നെ നിശ്ചയിക്കണ്ടല്ലോ. പക്ഷെ നിശ്ചയിച്ചു പോയെങ്കിൽ അവർ പത്രം വായിക്കാതെ അങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയെങ്കിൽ അക്കാരണം കൊണ്ട് വിവാഹം മുടങ്ങാൻ പാടില്ല. അത്രത്തോളം സൂക്ഷ്മത ഞങ്ങൾ പാലിക്കും. ഞങ്ങൾ അക്രമം ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞത്. അടിപിടിക്കില്ല. ഒരിക്കലുമില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ സമരത്തിൽ എന്താ ഉണ്ടായി? ഒന്നും സംഭവിച്ചിരുന്നില്ല. വളരെ സമാധാനപരമായി. 2013 2 ദിവസം ഉണ്ടായിരുന്നില്ലേ? നമുക്കപ്പോ ചായ ഇവിടെ ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അറേഞ്ച് ചെയ്യാം. ചായ കുടിച്ചിട്ടങ്ങ് പിരിയാം. അതല്ലേ 8-9 തീയതികൾ നടക്കുന്ന തൊഴിലാളി പടമുടക്കിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാപരമായ ബാധ്യതയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ നിർദാക്ഷിണ്യം സർക്കാർ അടിച്ചമർത്തുമെന്നും മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? പ്രിയ, മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കൃത്യമായ നിലപാടുകൾ വീണ്ടും ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ തന്നെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് വേണം അത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശിക്കുന്നതിന്റെ പേരിൽ സംസ്ഥാനത്ത് ഉടനീളം അക്രമങ്ങൾ അഴിച്ചുവിട്ട ആസൂത്രിത അക്രമങ്ങൾ അഴിച്ചുവിട്ടതിന്റെ പിന്നിൽ BJPയും RSSും തന്നെ എന്ന് അദ്ദേഹം എടുത്തു വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ ക്രമസമാധാനം അപകടത്തിലാണെന്ന് പ്രചരിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഭരണഘടനാപരമായ ഇടപെടൽ നടത്തിക്കും എന്ന് പറയുന്നതും വിചിത്രമായ ന്യായമാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. സംസ്ഥാനത്ത് BJPയും RSS സംഘപരിവാർ ഉയർത്തുന്ന അക്രമങ്ങളല്ലാതെ മറ്റൊരു ക്രമസമാധാന പ്രശ്നവുമില്ലെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കുറിക്കുകയും ചെയ്യുന്നു. ആരാധനയുടെ കാര്യത്തിൽ സ്ത്രീകളും പുരുഷനും തുല്യരാണെന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്ന ഭരണഘടനാ ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്നത്. ഈ ഭരണഘടനാ ബാധ്യത നിർവഹിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഭരണഘടനാ പരമായി ഇടപെടൽ കേന്ദ്രം നടത്തുമെന്ന് പറയുന്നത് വിചിത്രമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ ലംഘനം എന്ന് പറയുന്നത് എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സ്ത്രീ പ്രവേശനത്തെ പ്രതിഷേധിച്ച് ജനുവരി 1 മുതൽ ഹർത്താലിന്റെ മറവിൽ വ്യാപകമായ അക്രമമാണ് സംസ്ഥാനത്ത് ഉടലെടുത്തത്. 100-ലേറെ KSRTC ബസ്സുകൾ തകർന്നു. സർക്കാർ വാഹനങ്ങളും സർക്കാർ ഓഫീസുകളും സ്വകാര്യ വാഹനങ്ങളും പാർട്ടി ഓഫീസുകളും പൂർണ്ണമായും തല്ലി തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള മാത്രമല്ല, സംസ്ഥാനത്തെ ചരിത്രത്തിൽ ആദ്യമായി മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്ന തരത്തിൽ കൃത്യമായി ആളുകളെ കണ്ടെത്തി മർദ്ദിക്കുന്ന തരമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും മറ്റു നേതാക്കളുടെയും വാർത്താ സമ്മേളനങ്ങൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തിച്ചേർന്നു. ഇതെല്ലാം BJP സംഘപരിവാർ സംഘടനയുടെ വലിയ തോതിലുള്ള അക്രമത്തിന്റെ ചൂണ്ടുവിരലാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സംസ്ഥാനത്ത് 1800 കേസുകളാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധ കേസുകളിൽ 700-ലധികം പേരുടെ അതായത് ഈ 1800 കേസുകളിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന 700-ലധികം ആളുകളുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ മാത്രം മതി സംസ്ഥാനത്ത് അക്രമം ആരാണ് നടത്തുന്നത് എന്ന് വ്യക്തമാകാൻ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ RSS നേതാവ് ബോംബെറിയുന്ന ചിത്രവും വളരെ പ്രാധാന്യത്തോടെയാണ് കേരള ജനതയ്ക്ക് മുന്നിൽ മാധ്യമങ്ങൾ കാണിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് നഗരത്തിൽ പലയിടങ്ങളിലും വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയും ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു നടപടികളാണ് RSS സംഘപരിവാർ നടത്തിയിരുന്നത്. രാഷ്ട്രീയപരമായ കലാപങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭരണത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഉത്തരേന്ത്യൻ മാതൃകയാണ് കേരളത്തിൽ RSS സംഘപരിവാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടെ വില പോകില്ല. ശക്തമായ ഭാഷയിൽ ശക്തമായ നിലപാട് ഇതിനിടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കേരളത്തിന് ഇത്തരത്തിൽ കലാപങ്ങൾ നടത്തി കേരളത്തിൽ വേരുറപ്പിക്കാമോ എന്നാണ് സംഘപരിവാർ നോക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ വില പോകില്ല. കേരള ജനത ഇത് വിലമതിക്കില്ല എന്നുകൂടി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി വ്യക്തമാക്കുന്നു. പ്രിയ, നമുക്ക്
വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കൃത്യമായ ആസൂത്രിതമായ നീക്കത്തിന്റെ പ്രതിഫലനം അത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അവസാനം ഒരു സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഭരണഘടനാപരമായ പ്രത്യാഘാതം സർക്കാർ നേരിടേണ്ടി വരുമെന്ന്. ഈ നിലയിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു ദേശീയ ഒരു പാർട്ടിയുടെ ഒരു BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സംസ്ഥാനത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ക്രമസമാധാന നിലയ്ക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന്. എന്നിട്ടും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മണിക്കൂറുകളിലും അവർ. തീർച്ചയായും പ്രിയ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം BJP നേതാക്കന്മാർ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പ്രശ്നങ്ങൾ, വിവിധ മേഖലയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഗവർണറെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഗവർണറെ കാണുന്ന സാഹചര്യമുണ്ടായത്. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ അക്രമങ്ങൾ അരങ്ങേറുന്നത്. ഈ അക്രമത്തിലൂടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി കലാപത്തെ മാറ്റുന്ന ഒരു സാഹചര്യം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉടനീളം പയറ്റി തെളിയിച്ച് വിജയിച്ച ഒരു രാഷ്ട്രീയ കക്ഷി കൂടിയാണ് BJP. അത് സംഘപരിവാറിന്റെ സഹായത്തോടുകൂടി ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ജനങ്ങളുടെ ജീവനേക്കാൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം കലാപങ്ങൾ നടത്തിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് BJPക്കുള്ളത്. നമുക്കറിയാം, ഗുജറാത്തിൽ ഗർഭിണിയായ സ്ത്രീയുടെ വയറിൽ ശൂലം കുത്തിയിറക്കിയ രാഷ്ട്രീയ ചിന്തയും ക്രൂര മനോഭാവവുമുള്ള സംഘപരിവാർ സംഘടനാ പ്രവർത്തകരാണ് ഇവർക്കുള്ളത്. അത് അത്തരത്തിൽ തന്നെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഒരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താം എന്ന വ്യാമോഹം മാത്രമാണ് അവർക്കുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നു. ഇത് അസഹിഷ്ണുതയുള്ള ഇവരെ കേരളം ഏത് രീതിയിലാണ് കാണേണ്ടത് എന്നുകൂടി മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം അക്രമികൾക്കെതിരെ നിഷ്ദാക്ഷിണ്യം നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകുമെന്ന ഒരു ഉറപ്പും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയ, തീർച്ചയായും സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാപരമായ ബാധ്യതയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ നിർദാക്ഷിണ്യം സർക്കാർ അടിച്ചമർത്തുമെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് ലെസ്ലി നൽകിയത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. സംസ്ഥാന നേതാക്കൾക്കെതിരെ സോണിയാഗാന്ധിക്കും മുല്ലപ്പള്ളിക്കും ശേഷം പവൻ ഖേര കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള സംസ്ഥാന തലത്തിന്റെ പ്രവർത്തനം ഹൈക്കമാൻഡിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത്. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമല യുവതികൾ കയറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അനുകൂലമായാണ് സുപ്രീം കോടതി വിധിയെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. We are a national party. India as an ancient civilization is evolving, ever evolving civilization. There are practices. In the past, they were justified for some reasons. The educated people of India, the intelligently, they want to change and evolve, and they want entry of women in Sabrimala. Here, the Honorable Supreme Court has also given a favorable judgment. അതേസമയം ശബരിമല യുവതികൾ പ്രവേശിക്കുന്നത് തടയാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കരുതെന്ന് KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്. ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ അവകാശത്തിനും വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നതിനാൽ ഓർഡിനൻസ് ആവശ്യം ഉന്നയിക്കരുതെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഓർഡിനൻസിനായി KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കേരളത്തിലെ 7 UDF MPമാരാണ് സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 1 ലക്ഷം കോടി രൂപയുടെ സർക്കാർ ഓർഡർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയെന്ന് ലോക്സഭയിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു. എന്നാൽ HAL ഇത് നിഷേധിച്ചിരുന്നു. ഓർഡർ ലഭിച്ചില്ലെന്നായിരുന്നു HALന്റെ പ്രതികരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മല സീതാരാമൻ രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഓർഡർ നൽകിയതിന്റെ രേഖകൾ സഭയിൽ വെക്കണമെന്നും അല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണമെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു.
കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് നാളെ അർദ്ധരാത്രി മുതൽ തിങ്കളാഴ്ച രാത്രി 12 മുതൽ ബുധനാഴ്ച രാത്രി 12 വരെയാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്തുൾപ്പെടെ ടാക്സി, പൊതു സ്വകാര്യ വാഹനങ്ങൾ ദ്വിദിന പണിമുടക്കിൽ പങ്കെടുക്കും. വ്യാപാരികളും തൊഴിലാളികളും പണിമുടക്കിൽ പങ്കുചേരും. എന്നാൽ വാഹനങ്ങൾ തടയുകയോ കടകമ്പോളങ്ങൾ നിർബന്ധിച്ച് അടപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. സിനിമാ ലോകത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രവേശനങ്ങളെ നിശിതമായി വിമർശിച്ച നടൻ സത്യരാജ് ജനസേവന ലക്ഷ്യമേ അല്ല ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും എങ്ങനെയും മുഖ്യമന്ത്രിയാവുക എന്നു തന്നെയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. തമിഴ്നാട്ടിലും പിണറായിയെപ്പോലെ ആദർശധീരരായ നേതാക്കളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ സത്യരാജ് തന്റെ രാഷ്ട്രീയ നിലപാടുകളും നിരീക്ഷണങ്ങളും വ്യക്തമാക്കിയത്. തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമാക്കാർ വ്യാപകമായി കടന്നുവരുന്നതിനെ ശക്തമായി വിമർശിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തിനപ്പുറം ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാനുള്ള മനസ്സ് ഇത്തരക്കാർക്ക് ഇല്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. 41 വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഒരിക്കലും രാഷ്ട്രീയം തന്നെ മോഹിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സുപ്രധാനമായ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കൂടി സത്യരാജ് നടത്തി. അതിങ്ങനെയാണ്. I respect very much Pinarayi Vijayan sir. He is a real good politician. He is a very good ideologist. Like that persons, there are so many persons in Tamil Nadu politics also. We should choose from there only. We should not choose CM from the cinema industry. For example, there is a great leader, Nallakkan Ayya, is a communist party leader. Now he is 95 years. He is greater than anybody else. He is greater than any artist. So I want communist people should rule Tamil Nadu. തമിഴ്നാട്ടിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ എത്തേണ്ടതുണ്ടെന്നും പിണറായിയെപ്പോലെ ആദർശധീരരായ നേതാക്കൾ ആ ഭരണത്തിന് നേതൃത്വം നൽകേണ്ടതുണ്ടെന്നും 95 വയസ്സുള്ള തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് നല്ല കണ്ണയ്യയെ പോലുള്ളവർ സിനിമാക്കാരേക്കാൾ എത്രയോ വലിയവരാണെന്ന് ഓർമ്മിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ വെളിപ്പെടുത്തലിൽ പ്രതിസന്ധിയിലായി ബിജെപിക്കെതിരായ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് തയ്യാറാകും. കമ്പനിയെ കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പ്രമുഖ ബിജെപി നേതാവ് സഹായിച്ചെന്നായിരുന്നു മിഷേൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. നിലവിലെ രാജ്യസഭാംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബിജെപി നേതാവിനെതിരെയാണ് മിഷേൽ ആരോപണം ഉന്നയിച്ചതെന്നാണ് സൂചന. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയെ മോദി സർക്കാരിന്റെ കാലത്ത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഈ നേതാവ് സഹായിച്ചെന്നായിരുന്നു മിഷേൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. മിഷേലിന്റെ ഈ വെളിപ്പെടുത്തലാണ് ബിജെപിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യലിൽ മിഷേൽ മിസ്സിസ് ഗാന്ധി എന്ന് പറഞ്ഞതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. മിസ്സിസ് ഗാന്ധി എന്ന് മിഷേൽ ഉദ്ദേശിച്ചത് സോണിയാഗാന്ധിയെയാണെന്ന് ആരോപിച്ച് ബിജെപി കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് ബിജെപിയെ കുടുക്കിയ മിഷേലിന്റെ പുതിയ വെളിപ്പെടുത്തൽ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിനെ കോൺഗ്രസിനെതിരായ ആയുധമാക്കാമെന്നായിരുന്നു ബിജെപിയുടെ പ്രതീക്ഷ. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ നിരന്തരം വാർത്താസമ്മേളനത്തിൽ മിഷേൽ കോൺഗ്രസ് ബന്ധം ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി പ്രതിരോധത്തിലേക്ക് മടങ്ങാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. വർഗീയ തീവ്രവാദികളുടെ കൊലക്കത്തിക്ക് ഇരയായ അഭിമന്യുവിന്റെ ജീവിതം പ്രമേയമാക്കുന്ന ചിത്രം മഹാരാജാസ് ക്യാമ്പസിൽ പുരോഗമിക്കുകയാണ്. അഭിമന്യുവിനെ ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങളിലെല്ലാം മഹാരാജാസ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. സജി എസ് പാലമേൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദേശീയ അവാർഡ് ജേതാവായ മിനോണാണ് അഭിമന്യുവിന്റെ വേഷത്തിൽ എത്തുന്നത്. അഭിമന്യുവിന് തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു അവന്റെ മഹാരാജാസ്. പേരിനൊപ്പം മഹാരാജാസ് എന്ന് ചേർത്ത് വിളിക്കുന്നതായിരുന്നു അഭിമന്യുവിന് ഇഷ്ടം. വർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായ ശേഷവും മഹാരാജാസ് അഭിമന്യുവിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. അഭിമന്യുവിന്റെ ജീവിതം പ്രമേയമാക്കുന്ന നാൻ പെറ്റ മകനെ എന്ന ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനും മഹാരാജാസ് ക്യാമ്പസ് തന്നെയാണ്. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ മിനോൺ ആണ് അഭിമന്യുവിന്റെ വേഷത്തിൽ ചിത്രത്തിലെത്തുന്നത്. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളൊരു വർക്കാണിത്. ഇത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇത്രയും കാത്തിരുന്നൊരു പടം ഞാൻ ചെയ്തിട്ടില്ല. അത് തുടങ്ങാൻ വളരെ പെട്ടെന്നാണ് എന്നിലേക്ക് ഈ ക്യാരക്ടർ വരുന്നത്. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകമായിരുന്നു അഭിമന്യുവിന്റേതെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ സജി എസ് പാലമേൽ പറഞ്ഞു. രാഷ്ട്രീയ കേരളം ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിമന്യുവിനെ പോലെ അല്ലെങ്കിൽ അഭിമന്യു മരിച്ച അവന്റെ ഒരു മരണത്തെ
വേദനിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങൾ മറ്റൊരു മരണത്തിൽ സമീപകാലത്തൊന്നും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ശരിക്കും അവൻ്റെ ജീവിതത്തിലുള്ള കണ്ടന്റിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ കണ്ടന്റ് പിന്നെ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകൻ സ്വീകരിക്കണം, അതിന് വേണ്ടുന്ന സിനിമാറ്റിക് ആക്കുന്നതിന് വേണ്ടി കഥയും തിരക്കഥയും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇടുക്കിയിലും എറണാകുളത്തുമായി നടക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അഭിമന്യുവിന്റെ പ്രിയപ്പെട്ട മഹാരാജാസിൽ ഇന്ന് അവന്റെ ജീവിതം സിനിമയാവുകയാണ്. അവൻ അവസാനമായി ഉറങ്ങിയ മഹാരാജാസിന്റെ ക്യാമ്പസിൽ മഹാരാജാസിന്റെ പ്രിയ വട്ടവടയുടെ ഷൂട്ടിംഗ് കാണാൻ നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. വരുന്നാളുകളിൽ ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ അഭിമന്യു കൊളുത്തിവെച്ച അഗ്നി സമൂഹത്തിലേക്ക് പടരും എന്ന് തന്നെ വേണം കരുതാൻ. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിജയനൊപ്പം വിഷ്ണുപ്രസാദ്. എരുമേലി പേട്ടത്തുള്ളലിനുള്ള അമ്പലപ്പുഴ സംഘം യാത്ര തിരിച്ചു. സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലാണ് സംഘം യാത്ര തിരിച്ചത്. ശബരിമല ദേവപ്രശ്ന വിധി പ്രകാരം ശബരിമല സന്നിധാനത്തും മാളികപ്പുറത്തും സമർപ്പിക്കാനുള്ള 2 ഭദ്രദീപ വിളക്കുമായാണ് സംഘം ഈ വർഷം ശബരിമലയിലെത്തുന്നത്. പ്രശ്നച്ചാർത്ത് പ്രകാരം 24 തിരികൾ വീതമുള്ള വിളക്കുകളാണ് സമർപ്പിക്കുന്നത്. രാവിലെ ക്ഷേത്ര ചുറ്റുവിളക്കുകൾ തെളിയിച്ച് പ്രത്യേക വഴിപാടുകൾ നടത്തിയാണ് സംഘം എരുമേലിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. വൈകിട്ട് കവിയൂർ ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. ബുധനാഴ്ച മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെ ആഴിപൂജയ്ക്ക് ശേഷം വ്യാഴാഴ്ച എരുമേലിയിലെത്തും. വെള്ളിയാഴ്ച എരുമേലി പേട്ടതുള്ളലിന് ശേഷം ശനിയാഴ്ച സംഘം പമ്പയിലെത്തും. ഞായറാഴ്ച പമ്പസദ്യയും നടത്തി മല കയറും. മകരവിളക്ക് ദിവസം രാവിലെ അമ്പലപ്പുഴക്കാരുടെ നെയ്യഭിഷേകവും അത്താഴപൂജയ്ക്ക് മഹാദിവേദ്യവും നടക്കും. മകരവിളക്ക് പിറ്റേ ദിവസം മാളികപ്പുറത്ത് നിന്നും സന്നിധാനത്ത് ശ്രീവേദി എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയെ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് കർപ്പൂരാഴി പൂജയും നടത്തി രാത്രി 10 മണിയോടെയായിരിക്കും സംഘം മലയിറങ്ങുക. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നതായി ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അയിത്തം സംബന്ധിച്ച വിഷയം കൂടി തന്ത്രിയുടെ പ്രവൃത്തിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി തന്ത്രിയെ മാറ്റാനും തിരിക്കാനും ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾക്ക് തീരുമാനിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തന്ത്രി അന്ന് സ്വീകരിച്ച നടപടി ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു, അത് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. അയിത്താചാരത്തിന്റെ പ്രശ്നം പോലും അതിനകത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയെ ലംഘിക്കാൻ തന്ത്രിക്ക് അവകാശമില്ല. അതാണ് പറഞ്ഞത്. തന്ത്രിക്ക് മാത്രമായിട്ടൊരു തീരുമാനമെടുക്കാനും സാധിക്കില്ല. തന്ത്രി ഏതു തീരുമാനമെടുക്കുന്നതിന് മുമ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു. അത്തരമൊരു ആലോചന നടന്നില്ല എന്ന് ദേവസ്വം ബോർഡ് അധികാരികൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ വിശദീകരണം കിട്ടുന്ന മുറയ്ക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം ദേവസ്വം ബോർഡ് സ്വീകരിക്കും. അക്കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. ഭാരതത്തിന്റെ ക്ഷേത്ര പാരമ്പര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വിദേശ യുവാവ് ശബരിമല ദർശനം നടത്തി. ബെൽജിയം സർവകലാശാലയിൽ സാംസ്കാരിക ശാസ്ത്ര വിദ്യാർത്ഥിയും ചെക്ക് റിപ്പബ്ലിക്കൻ സ്വദേശിയുമായ വില്യമാണ് അയ്യപ്പ ദർശനം നടത്തിയത്. മാള സ്വദേശിനിയായ സുഹൃത്ത് ഗായത്രി ദേവിയുമായി ഉള്ള സൗഹൃദമാണ് കേരളത്തിൽ വില്യത്തെ എത്തിച്ചത്. ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ക്ഷേത്രങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയായ വില്യം ഗവേഷണം നടത്തുന്നത്. അദ്ദേഹം ശബരിമല അയ്യപ്പനെ ഇന്ന് കണ്ടു. ഭക്തിപൂർവമായിട്ടുള്ള ആ കാഴ്ച അദ്ദേഹം അത് കണ്ട് ഇപ്പോൾ പമ്പയിലേക്ക് തിരിച്ച് മടങ്ങി എത്തുകയും ചെയ്തു. വില്യം, വാട്ട് അബൌട്ട് ലോർഡ് അയ്യപ്പ? Lord Ayyappa, I know that this is the famous temple of Lord Ayyappa, one of the sons of Shiva. So I wanted to visit this temple and to make darshana and to see what's happening here, what practices can be. Sorry. Have you studied? I doing my PhD research in comparative science of cultures, compare Indian and European culture. But first I have to know what is India culture like. So I want to see what's going on here. You know about the Supreme Court order and some issues are going on now. Yeah, I know about it, but I don't want to be involved in this political debates. I want to see some traditional practices happening here. ശബരിമല അയ്യപ്പനെ ഭക്തിപൂർവ്വം കണ്ട് തൊഴുതാണ് അദ്ദേഹം. വളരെ സംതൃപ്തിയോടുകൂടിയാണ് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയിലെത്തിയതാണ്. ഇന്ത്യയുടെ ആ ക്ഷേത്ര പാരമ്പര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തുന്നത്. അദ്ദേഹം മടങ്ങുന്നു. പമ്പയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. തന്ത്രിയുടേത് തെറ്റായ നടപടിയെന്നും തന്ത്രിക്കെതിരെ നടപടിയെടുക്കാമെന്നും ദേവസ്വം കമ്മീഷണർ എൻ വാസു. തന്ത്രി ദേവസ്വം ബോർഡിന്റെ മുകളിലല്ലെന്നും എൻ വാസു പറഞ്ഞു. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും അദ്ദേഹം വ്യക്തമാക്കി.
അതായത് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലും പിന്നെ നിയന്ത്രണത്തിലുമുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടയടയ്ക്കുകയോ ശുദ്ധിക്രിയകൾ നടത്തുകയോ ചെയ്യണമെങ്കിൽ ബോർഡിൻ്റെ അനുമതി ചോദിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യണം എന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. നടയടയ്ക്കുകയും അതിൻ്റെ പേരിൽ ശുദ്ധിക്രിയ ചെയ്യുകയും ചെയ്ത നടപടി തെറ്റാണെന്നാണ് ബോർഡ് വിലയിരുത്തിയത്. സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് മന്ത്രി കടകംപള്ളി വിതരണം ചെയ്തു. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം അധ്യക്ഷത വഹിച്ചു. കലാവിഭാഗത്തിൽ നടൻ ടൊവിനോ തോമസും കായിക രംഗത്തെ മികവിന് PU ചിത്രയും, സാഹിത്യത്തിൽ മനു S പിള്ളയും, വ്യവസായം സാങ്കേതിക വിദ്യയിൽ അരുൺ A ഉണ്ണിത്താനും, സാമൂഹ്യ സേവനത്തിൽ PS കൃഷ്ണകുമാറും, കൃഷിയിൽ ജോൺസൺ ആന്റണിയും അവാർഡ് ഏറ്റുവാങ്ങി.